ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, മണ്ഡലമാസത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം ചാലോട് ഗോവിന്ദാംബയിൽ മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അവിടെ പോകണം, ദർശനം നടത്തണം. അവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. അമ്മ പോയിട്ടില്ലെന്നോ? അല്ല, ഇല്ല. അപ്പോ നമുക്ക് പോവാം അങ്ങോട്ടേക്ക്. കൊണ്ട് അങ്ങനെ എല്ലാവരുടെയും പോവാൻ ദൈവം ഭാഗ്യം തന്നു. അതെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. നമ്മള് പോണെന്ന് വിചാരിച്ചാൽ എല്ലായിടത്തും പോവാൻ കഴിയണമെന്നൊന്നുമില്ല. ദൈവാനുഗ്രഹം കൂടി വേണം അതിന്, അല്ലേ? പോവാം. നമ്മള് ഗോവിന്ദമാല അമ്പലത്തിന്റെ അടുത്തെത്തിട്ടാ. അമ്പലത്തിന്റെ മുന്നിലേക്ക് നടന്നു പോയി. ബാക്കിലോട്ട് കയറാനൊരു വഴിയുണ്ട്, അതിലോട്ട് കയറണ്ടാന്ന് വെച്ചിട്ട് ഏതായാലും മുന്നിലോട്ട് കയറുന്നില്ലേ ഒരു ഐശ്വര്യം, അതുകൊണ്ട് മുന്നിലോട്ട് തന്നെ കയറാന്ന് വെച്ച് നടക്കുകയും. ചങ്ങായിമാരെ, നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ആരും കിട്ടിയില്ല കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ മഹാവിഷ്ണുവും
പിന്നെ ഗണപതിയും സുബ്രഹ്മണ്യനും ദുർഗാദേവിയും ഉണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പൻ, ദക്ഷിണാമൂർത്തി എന്നിവയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇതൊക്കെയാണ് ചാലോട് ഗോവിന്ദാംവയൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠകൾ. വേറെ നമുക്കെന്താ പറയാ, ഇതിൻ്റെ ഇവിടെ വന്നിട്ട് നല്ല നല്ല കുറേ സ്വാമിമാരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന് ശരണം വിളിച്ചിട്ടെല്ലാം പോയി. നമ്മളെത്തുന്നതിന് മുന്നേ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആരെയും ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ചങ്ങായിമാരെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.